ഹമാസ് ഇസ്രയേൽ ആക്രമണത്തിന് ഒരു വർഷം തികയുമ്പോൾ പശ്ചിമേഷ്യയിൽ സംഘർഷം രൂക്ഷം. ലബനനിലും ഗസയിലും ആക്രമണം കടുപ്പിച്ചു ഇസ്രയേൽ. വടക്കൻ ഇസ്രയേലിൽ ഹിസ്ബുള്ളയുടെ റോക്കറ്റ് ആക്രമണത്തിൽ നിരവധി പേർക്ക് പരിക്കേറ്റു. ഇസ്രയേൽ പ്രതിരോധ മന്ത്രി യോവ് ഗാലന്റ് വാഷിംഗ്ടണിലേക്ക്. മധു കൊട്ടാരക്കര ന്യൂജേഴ്സിയിൽ നിന്ന് ചേരുന്നു വിശദാംശങ്ങളുമായി. മധു, ഹമാസ് ആരംഭിച്ച ഒരു ആക്രമണം അത് പിന്നീട് ആയിരക്കണക്കിന് പേരുടെ ജീവൻ നഷ്ടമാകുന്ന ചോരക്കളിയിലേക്ക് ഇസ്രയേൽ കൊണ്ടുപോകുന്നു. ഇപ്പോൾ അത് അതിർത്തികൾ കടന്ന് ലെബനിലേക്കും ഇറാന് നേരെയുമൊക്കെയുള്ള ആക്രമണമായി മാറുന്ന ഘട്ടം. പശ്ചിമേഷ്യ സംഘർഷഭരിതമായി നീങ്ങുമ്പോൾ ആയിരക്കണക്കിന് ജനങ്ങൾ ആശങ്കയുടെ മുനയിലാണ് ഇപ്പോഴും. ഒരു വർഷം പിന്നിടുന്നു ഈ സംഘർഷം രൂക്ഷമാകുമ്പോൾ. ഇനി എങ്ങോട്ട് ഈ സംഘർഷം പോകുന്നു? ലോകരാജ്യങ്ങളുടെ അഭ്യർത്ഥനയെല്ലാം കേൾക്കാതെ ഇസ്രയേൽ മുന്നോട്ട് പോകുമ്പോൾ, ഇറാൻ കൂടി ഒരു പക്ഷത്ത് അണിനിരക്കുമ്പോൾ ഇത് വലിയ ആശങ്കയിലേക്കല്ലേ പോകുന്നത്? ഗുഡ് മോർണിംഗ് ഗോകുൽ പറഞ്ഞത് ഇത് വലിയൊരു ആശങ്കയിലേക്കാണ് പോകുന്നത്. ഹമാസ് ഇസ്രയേലിൽ കടന്ന് ആക്രമണം നടത്തിയിട്ട് ഒരു വർഷം തികയുന്ന ഈ സമയത്ത് ലോകത്തിന്റെ പല ഭാഗത്തും, പ്രത്യേകിച്ച് ലണ്ടൻ, റോം, പാരീസ്, വാഷിംഗ്ടൺ, ന്യൂയോർക്ക് എന്നീ നഗരങ്ങളിലൊക്കെ വലിയ പ്രതിഷേധ പ്രകടനങ്ങളാണ് നടക്കുന്നത്. പാലസ്തീൻ അനുകൂല പ്രകടനങ്ങൾ ഒരു വശത്ത്, ഇസ്രയേൽ അനുകൂല പ്രകടനങ്ങൾ, ഇങ്ങനെ ചേരിതിരിഞ്ഞുള്ള പ്രകടനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. പ്രധാനമായിട്ടും ഈ ആക്രമണം നടന്ന് ഒരു വർഷമായിട്ടും ഇത്രയധികം ആൾക്കാർ കൊല്ലപ്പെട്ടിട്ടും 100-ൽ പരം ബന്ദികൾ ഇപ്പോഴും ഹമാസിന്റെ തടങ്കിൽ തന്നെയാണ്. ഓരോ ദിവസം കഴിയുന്തോറും ഇസ്രയേലും അതുപോലെ ഇറാൻ പിന്തുണയുള്ള ഗ്രൂപ്പുകളുമായി പശ്ചിമേഷ്യയിൽ യുദ്ധം മുറുകിക്കൊണ്ടിരിക്കുകയാണ്. വടക്കൻ ഇസ്രയേൽ പട്ടണമായ ഹൈഫയിൽ ഹിസ്ബുള്ളയുടെ ആക്രമണത്തിൽ നിരവധി പേർക്കാണ് ഇന്നലെ രാത്രി പരിക്കേറ്റത്. അതിർത്തിയിൽ ഹിസ്ബുള്ള 100-ൽ പരം റോക്കറ്റുകൾ ഉപയോഗിച്ച് ആക്രമണം നടത്താൻ ശ്രമിച്ചുവെന്ന് ഇസ്രയേലും പറയുന്നുണ്ട്. അതേസമയം ഗസയിലും ലെബനിലും ഇസ്രയേൽ വ്യോമാക്രമണം ഇന്നലെ രാത്രിയിൽ കടുപ്പിച്ചിരിക്കുകയാണ്. ഇസ്രയേൽ, ഇറാൻ പിന്തുണയുള്ള ഹമാസ്, ഹിസ്ബുള്ള, ഹൂതികൾ ഉൾപ്പെടെ 7 ഗ്രൂപ്പുകളുമായിട്ട് പോർമുഖം തുറന്നിരിക്കുകയാണെന്നാണ് കഴിഞ്ഞ ദിവസം ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു തന്നെ പറഞ്ഞത്. ഇന്നലെ വീണ്ടും ഹിസ്ബുള്ളയുടെ ഇന്റലിജൻസ് ഹെഡ്ക്വാർട്ടേഴ്സും അതുപോലെ അവരുടെ പ്രധാന ശക്തി കേന്ദ്രങ്ങളൊക്കെ ആക്രമിച്ചതായി ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സ് അവകാശപ്പെടുന്നുണ്ട്. ഗസയിൽ മോസ്കിനും സ്കൂളിനും നേരെ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ 26 പേർക്കാണ് ജീവൻ നഷ്ടപ്പെട്ടത്. 200-ഓളം പേർക്ക് പരിക്കേറ്റതായിട്ട് ഹമാസ് പറഞ്ഞു. നിരപരാധികളെയാണ് ഇസ്രായേൽ ആക്രമിച്ചതെന്നാണ് ഹമാസ് പറയുന്നത്. എന്നാൽ ഈ ഹമാസ് വീണ്ടും പല ഭാഗത്തും സംഘം ചേരുന്നതായി വിവരം ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ ഒരു ആക്രമണം എന്നാണ് ഇസ്രായേൽ ഇതിനോട് പ്രതികരിച്ചിരിക്കുന്നത്. അതേസമയം ഈ സൈനിക സമ്മർദ്ദത്തിലൂടെ നയതന്ത്ര വഴികളിലേക്ക് കാര്യങ്ങൾ എത്തിക്കാൻ സാധിക്കുമെന്നാണ് അമേരിക്കയുടെ ഒരു പ്രതികരണം ഇതുമായി ബന്ധപ്പെട്ട് ഇന്ന് വന്നിരിക്കുന്നത്. സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റാണ് ഈ പ്രതികരണം. എന്നാൽ പലപ്പോഴും സൈനിക നടപടികൾ തെറ്റായ വഴിയിലേക്ക് നീങ്ങാൻ സാധ്യതയുണ്ടെന്നും അമേരിക്ക പറയുന്നു. ഇസ്രായേലിന്റെ പ്രതിരോധ മന്ത്രി യോവ് ഗാലന്റ് നേരത്തെ ഗോകുൽ സൂചിപ്പിച്ചതുപോലെ വാഷിംഗ്ടണിൽ അധികം സമയമെടുക്കാതെ എത്തും. ഇസ്രായേലിന്റെ അടുത്ത സൈനിക നീക്കങ്ങൾ അമേരിക്കയുമായി ചർച്ച ചെയ്യാനായിട്ടാണ് പ്രധാനമായും അമേരിക്കയുടെ ഡിഫൻസ് സെക്രട്ടറി ലോയിഡ് ഓസ്റ്റിനുമായിട്ടുള്ള ചർച്ചകൾക്കായിട്ടാണ് വരുന്നത്. എന്നാൽ ഈ ഇസ്രായേൽ സ്വതന്ത്രമായിട്ടുള്ള ഒരു തീരുമാനമായിരിക്കും എടുക്കുന്നതെന്ന് യോവ് ഗാലന്റ് ഇന്നലെ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. ഗോകുൽ. മധു കൊട്ടാരക്കരയാണ് ന്യൂജേഴ്സിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. ഏതാണ്ട് ഒരു വർഷം പിന്നിടുന്നു പശ്ചിമേഷ്യൻ സംഘർഷത്തിൻ്റെ ഏറ്റവും രക്തരൂക്ഷിതമായ അധ്യായം. അപ്പോഴും ആരുടെയും അഭ്യർത്ഥനകൾക്ക് ചെവി കൊള്ളാതെ ഇരുവശത്തും ആക്രമണം കൂടുതൽ രൂക്ഷമാവുകയാണ്. ആയിരക്കണക്കിന് മനുഷ്യരാണ് പലായനം ചെയ്യുന്നത്. 41,000-ലധികം മനുഷ്യരുടെ ജീവൻ നഷ്ടമായി. എത്രയോ ആളുകൾക്ക് പരിക്കേറ്റു. പക്ഷേ ആ സംഘർഷത്തിന്, യുദ്ധത്തിന് യാതൊരു അയവുമില്ല എന്നതാണ് ആശങ്കപ്പെടുത്തുന്നത്.